ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നോക്കി വച്ചിരിക്കുന്ന ഒരു 5 സ്റ്റോക്സിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ റീസെൻ്റ്ലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്സാണ്. ഈ സ്റ്റോക്സ് ഞാനൊരു ബ്രേക്ക് ഔട്ട് കണ്ടു. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ സ്റ്റോക്സൊക്കെ വാങ്ങണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ആരും എൻ്റെ സജഷൻ കണ്ട് വാങ്ങണം എന്നുമില്ല. ഇത് ജസ്റ്റ് എനിക്ക് തോന്നുന്ന കുറച്ച് ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് സമ്മാൻ ക്യാപിറ്റൽ. ആ ഒരു സ്റ്റോക്കിലാണ് ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ബ്രേക്ക് ഔട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ ഒരു ലെവൽ ഒരു 200 റേറ്റ് ആ ഒരു റേഞ്ചിൽ തിരിച്ച് ബൗൺസ് ചെയ്യും തന്നെയാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഫോളിന് ശേഷം കറക്റ്റായിട്ട് ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു ചെറിയൊരു ഫോളിന് ശേഷമായിരിക്കും മേ ബി എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോളിന് ശേഷമായിരിക്കും അത്യാവശ്യം ബ്രേക്ക് ഔട്ടോട് കൂടി മൊമെൻറ്റം കാണിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊരു ബ്രേക്ക് ഔട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഈ ഒരു റേഞ്ചിൽ മിനിമം ഒരു 150 ഒരു സ്വിംഗ് ട്രേഡിനൊക്കെ പറ്റിയ ഒരു സ്റ്റോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ സമ്മാൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയുന്നു, എൻ്റെ സജഷൻ കേട്ട് സ്റ്റോക്ക് വാങ്ങണം എന്നില്ല. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇനിയും ചിലപ്പം പറയാൻ പറ്റത്തില്ല, ഈ സ്റ്റോക്ക് നേരെ 60 പോയിൻറ്റിലോട്ടും പോവാം. അതൊക്കെ മാർക്കറ്റിൻ്റെ ഓരോരോ കളികളാണ്. പക്ഷേ എനിക്ക് ചാർട്ട് കണ്ടിട്ട് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു 180-150 റേഞ്ചിൽ ഒരു സ്വിംഗ് ട്രേഡിങ് ഇതിൽ ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നുണ്ട്. ആണെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടത് ജൂപ്പിറ്റർ വാഗൺസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിലും കാണുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് റേഞ്ചിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡിന് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് പിന്നെയും താഴോട്ട് വരികയാണെങ്കിൽ 300 റേഞ്ചിലോട്ട് വരികയാണെങ്കിൽ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു റേഞ്ചിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് ഒരു 400 റേഞ്ചിൽ ഒരു 100 പോയിൻറ്റ്സ് ടാർഗറ്റ് ഇതിൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു 100 പോയിൻറ്റ് കിട്ടും എന്ന് ഒരു സ്വിംഗ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന അനദർ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ജൂപ്പിറ്റർ വാഗൺസ് കാണുന്നത്. എന്തായാലും 1 മന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന ട്രേഡ്സ് ഈ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ വേറൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ITC വളരെ ഹൈ റിസ്ക് ആണ്. പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം നല്ല ഒരു സ്റ്റോക്കും കൂടെയാണ്. ഇപ്പോഴത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ITCയിൽ നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത് തിരിച്ച് കയറി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു 50 പോയിൻറ്റ്സിന് വേണമെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യാവുന്നതാണ്. 100 പോയിൻറ്റ്സിന് ഒരു സ്വിംഗ് ട്രേഡിന് പറ്റിയൊരു സ്റ്റോക്കാണ് ITC എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ലാർസൻ ആൻഡ് ടോബ്രോ ഈ സ്റ്റോക്കും അത്യാവശ്യം എനിക്ക് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ബ്രേക്ക് ഔട്ട് കണ്ടു എന്ന് പറഞ്ഞ് വാങ്ങണമെന്നില്ല. നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ 3700 റേഞ്ചിൽ 2-3 പ്രാവശ്യം ആ സ്റ്റോക്ക് അവിടെ നിന്നിട്ടുണ്ട്. അതിനുശേഷം ഇന്നൊരു ചെറിയൊരു ബ്രേക്ക് ഔട്ടും തന്നിട്ടുണ്ട്. ഇത് ഫേക്ക് ഔട്ടാണെങ്കിൽ നേരെ ഒരു ഡൗൺഫോൾ. പക്ഷേ എനിക്ക് അത് കണ്ടിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റം കാണും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു 4000 അടുപ്പിച്ച് ഒരു മൊമെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് സ്റ്റോക്സിൻ്റെ കാര്യമാണ് അറിയാൻ പറ്റത്തില്ല. മാർക്കറ്റ് ക്രാഷ് ആവാം, ചിലപ്പം താഴോട്ട് പോവാം. പക്ഷേ ചാർട്ട് അനലൈസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു 4000 റുപ്പീസ് അടുപ്പിച്ച് ഈ LT സ്റ്റോക്ക് റീച്ച് ആവും എന്ന് തന്നെയാണ്. ഇതാണ് എൻ്റെ 4th സ്റ്റോക്ക് ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഓൺ മൊബൈൽ ഗ്ലോബൽ ലിമിറ്റഡ്, ഇതും ഞാൻ അത്യാവശ്യം നോക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇതും ഞാൻ അത്യാവശ്യം ഒരു 100 പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ 100 പോയിൻറ്റ് വരെ എത്തും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ ഏകദേശം 69 പോയിൻറ്റിലാണ് ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ലൊരു വോളിയത്തോട് കൂടി തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 83 റേഞ്ച് വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു 20-30 പോയിൻറ്റ്സ് അത്യാവശ്യം സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സ്റ്റോക്കാണ് ഓൺ മൊബൈൽ. ഒരു 2-3 മന്ത്സിനുള്ളിൽ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും ഇതിൻ്റെയൊക്കെ ഏതുവരെ എത്തിയിട്ടില്ല എന്ന് അറിയാൻ പറ്റും. ഇതാണ് ഞാൻ ഇന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരു 5
സ്റ്റോക്സ് ഞാൻ പിന്നെയും പറയുന്നു, ഞാൻ സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആരും വാങ്ങാൻ നിൽക്കരുത്. നിങ്ങളെ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യുക, ഫണ്ടമെൻ്റലൊക്കെ അനലൈസ് ചെയ്യുക, ടെക്നിക്കൽ ഒന്നുകൂടെ അനലൈസ് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം ഡിസിഷൻ എടുക്കുക. അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരിക്കലും സ്റ്റോക്സ് വാങ്ങാൻ നിൽക്കരുത്. മാർക്കറ്റ് മേ ബി ഇനിയും ക്രാഷ് ആവാം, ഇനിയും താഴോട്ട് പോകാം, 10 രൂപ 0 രൂപ 10 രൂപയോ 20 രൂപ, പക്ഷെ നിങ്ങളെ പോകുന്നത് നിങ്ങളുടെ മണിയാണ്. അതുകൊണ്ട് ഡിസിഷൻ എപ്പോഴും നിങ്ങൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇത് എൻ്റെ സജഷൻ, എൻ്റെ വാച്ച് ലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. താങ്ക് യു.